പീച്ചിയിൽ ഡാം തുറക്കുന്നതിലുണ്ടായ ജാഗ്രതക്കുറവിനെതിരെ പ്രതിഷേധം ശക്തം. ഡാം തുറക്കുന്നതിലുണ്ടായ അശാസ്ത്രീയതയാണ് കനത്ത വെള്ളക്കെട്ടിന് കാരണമായതെന്ന് ആക്ഷേപം. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ജാഗ്രതക്കുറവ് ഒരു ജനതയെ എത്രമാത്രം ദുരിതത്തിലെത്തിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. ജൂലൈ 29-ന് രാത്രി പരമാവധി 30 സെന്റിമീറ്റർ വരെ മാത്രം ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ കളക്ടർ ഡാം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അധികാരം നൽകിയിരുന്നു. എന്നാൽ മഴ ശക്തമായി എന്ന് പറഞ്ഞ് 180 സെന്റിമീറ്ററോളമാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. ഇതോടെ മണലിപ്പുഴയിൽ വലിയ രീതിയിൽ വെള്ളം ഉയർന്നു. മണലിപ്പുഴയുടെ തീരത്തുള്ളവർ മാത്രമല്ല, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പീച്ചിയിൽ നിന്ന് എത്തുന്ന വെള്ളത്തോടെ ദുരിതം അനുഭവിച്ചു. ഒരുപാട് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ആ ദുരിതങ്ങൾ നമ്മൾ കണ്ടതാണ്. 2018 പ്രളയകാലത്ത് സംസ്ഥാനം മുഴുവൻ മഴയുണ്ടായപ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ ഡാമുകളും ഒരേ സമയം തുറന്നത് സംബന്ധിച്ച് നമ്മളേറെ ചർച്ച ചെയ്തതാണ്. അന്ന് ഇനി ഒരിക്കലും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറയുകയുമുണ്ടായി. പക്ഷേ ആ സാഹചര്യം വീണ്ടും തൃശ്ശൂർ ജില്ലയിൽ പീച്ചിയുടെ കാര്യത്തിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും അധികാരികൾ ശ്രദ്ധിക്കുക, ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കുക. ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ, അവർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പീച്ചിയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.